കന്യാകുമാരി വിവേകാനന്ദ പാറയിലെ പ്രധാനമന്ത്രിയുടെ ധ്യാനം ഇന്ന് ഉച്ചയോടെ പൂർത്തിയാകും. ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി പ്രത്യേക ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് എത്തും. വിമാനത്താവളത്തിൽ നിന്ന് വൈകിട്ടോടെ ഡൽഹിയിലേക്ക് മടങ്ങും. വ്യാഴാഴ്ച വൈകിട്ടാണ് 3 ദിവസത്തേക്ക് പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ എത്തിയത്. കന്യാകുമാരി ദിനം അഖിൽ പാലോട്ടുമടം ചിരികയാണ്. വിശദാംശങ്ങളുമായി അഖിൽ, ഏകദേശം എത്ര മണിക്കായിരിക്കും പ്രധാനമന്ത്രിയുടെ ധ്യാനം അവസാനിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി പ്രത്യേക ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തെത്തും. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും. അത് തന്നെയാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? കെപി 2 ദിവസമായി ആരംഭിച്ച, അതായത് വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിക്ക് ആരംഭിച്ച അദ്ദേഹത്തിന്റെ ധ്യാനം ഇന്ന് വൈകുന്നേരം 3 മണിയോടെ പര്യവസാനിക്കും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും കന്യാകുമാരി പാറയിൽ വിവേകാനന്ദ പ്രതിമയ്ക്ക് മുമ്പിൽ അദ്ദേഹം പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ ധ്യാനം അനുഷ്ഠിക്കുകയാണ്. ഇന്ന് രാവിലെയും കഴിഞ്ഞ ദിവസത്തെ പോലെ അദ്ദേഹം സൂര്യദേവനെ പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ ദേവതയ്ക്ക് പുഷ്പങ്ങളും ധാരയും ഒക്കെ നടത്തിയാണ് അദ്ദേഹം ഇന്നും അദ്ദേഹത്തിന്റെ ധ്യാനം ആരംഭിച്ചത്. അതിനു പിന്നാലെ തന്നെ അദ്ദേഹം ഓംകാരം ജപിച്ച് രുദ്രാക്ഷം ജപിച്ച് ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ധ്യാനത്തിലേക്ക് ഏകാന്തമായ നിമിടത്തിലേക്ക് അദ്ദേഹം മാറുന്നത് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നു. എന്തായാലും അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രചരണങ്ങൾക്കും നേതൃത്വം നൽകിയതിനു ശേഷം അദ്ദേഹത്തിന്റെ സ്വന്തം എന്ന നിലക്ക്, അദ്ദേഹത്തിന്റെ വ്യക്തിപരമെന്ന നിലക്കാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ധ്യാനത്തിനു കൂടി അദ്ദേഹം തയ്യാറെടുത്തത് എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രതിപക്ഷ പാർട്ടികളും പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിലെ കോൺഗ്രസും അതുപോലെ തന്നെ DMKയും ഒക്കെ തന്നെ വലിയ വിമർശനവുമായി കോടതി വരെ എത്തിയെങ്കിൽ പോലും അത് മുഖവിലക്കെടുക്കാൻ കോടതി ആരാഞ്ഞിട്ടില്ല എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഒരാളുടെ വ്യക്തിപരമായ ഒരാൾ ഒരിടത്ത് ധ്യാനമിരിക്കുന്നതിന് എങ്ങനെയാണ് രാഷ്ട്രീയപരമായി കോടതിക്ക് ഇടപെടാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഇടപെടാൻ സാധിക്കുന്നത് എന്നതാണ് പ്രധാനമായും ചോദിക്കുന്ന ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. എന്തായാലും സ്വാമി വിവേകാനന്ദന്റെ പാദസ്പർശമേറ്റ, സ്വാമി വിവേകാനന്ദന്റെ കാൽപാദമേറ്റ ആ വിവേകാനന്ദ പാറയിൽ മറ്റൊരു നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഇപ്പോൾ കാഷായമുടുത്ത ഇത്തരത്തിലൊരു ധ്യാനം ഇരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. 1892 വിവേകാനന്ദൻ ഈ കടലു നീന്തിക്കടന്ന പാറയിൽ നിന്നും ലോകത്തിലേക്ക് മുമ്പിലേക്ക് ഭാരതത്തെ ഉയർത്തിപ്പിടിക്കാൻ വിശ്വഗുരുവായി കടന്നുപോയി എങ്കിൽ ഇപ്പോൾ വീണ്ടും 2024 ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഭാരതം അജയവും അചഞ്ചലവുമാണ് എന്ന് വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലേക്ക് വിശാലമായ ഒരു ഭാരതത്തിന്റെ കാഴ്ചപ്പാടുമായി ലോകത്തിന് മുമ്പിൽ വിശ്വഗുരുവായി ഭാരതം മാറി എന്ന ആ ഇച്ഛാശക്തി ബോധത്തോടെ അദ്ദേഹം വീണ്ടും ഇവിടെ നിന്ന് പോകുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യാഴാഴ്ച അദ്ദേഹം വരുന്നത് പഞ്ചാബിലെ ലുധിയാനയിൽ നിന്നായിരുന്നു. അദ്ദേഹം കന്യാകുമാരിയിലേക്ക് എത്തിയത്. തിരുവനന്തപുരം എയർപോർട്ടിലെത്തി പിന്നീട് ഹെലികോപ്റ്റർ മാർഗമാണ് കന്യാകുമാരിയിലേക്ക് എത്തിയത്. വന്ന വ്യാഴാഴ്ച തന്നെ അദ്ദേഹം കന്യാകുമാരിയുടെ ഭഗവതിയായ കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജയും ആരാധനയും നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നത്. തൊട്ടരികിലെ തിരുവള്ളൂർ പ്രതിമയിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തിയിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ തിരിച്ചുപോക്കും അങ്ങനെ തന്നെയായിരിക്കും. അദ്ദേഹം തിരുവള്ളൂർ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരിക്കും സമുദ്രദേവതയെ, ത്രിവേണി സംഗമ ഭൂമിയായ കന്യാകുമാരിയിലെ ആ സമുദ്രദേവതയെ തൊഴുതു വണങ്ങിയായിരിക്കും അദ്ദേഹം ഈ കന്യാകുമാരിയിൽ നിന്നും കർത്തവ്യ പദത്തിലേക്ക്, അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയിലേക്ക് മടങ്ങിപ്പോവുക എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തോടെ 3ാം തവണയും അദ്ദേഹം അധികാരത്തിലെത്തും എന്നുള്ള ഉറച്ച അദ്ദേഹത്തിന്റെ വിശ്വാസം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ന് ജനവിധി തേടുന്ന വാരണാസി മണ്ഡലത്തിലടക്കം ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ അദ്ദേഹം, ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ തവണ വാരണാസിയിൽ നിന്നും ലോക്സഭയിലേക്ക്, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലേക്ക് പോയതെങ്കിൽ ആത്മീയതയുടെ വലിയ തീരമായ കന്യാകുമാരിയിൽ നിന്നും ബഹുഭൂരിപക്ഷമായ ഇതുമായി തന്നെ അദ്ദേഹം കന്യാകുമാരി മുതൽ കാഞ്ചി വരെ, ഈ കാശ്മീരം വരെയുള്ള ഈ ഭാരതത്തെ ഒന്നായി ചേർത്ത് പിടിച്ച് അദ്ദേഹം പോകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KP അഖിൽ, ഒപ്പം ഈ തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം കന്യാകുമാരിയിലേക്ക് വ്യാഴാഴ്ച യാത്ര പുറപ്പെടുമ്പോൾ പ്രത്യേക ഹെലികോപ്റ്ററാണ് ഒരുക്കിയിരുന്നത്. ഒപ്പം പ്രതികൂല കാലാവസ്ഥയാവുകയാണെങ്കിൽ റോഡ് മാർഗം, കരമാർഗം പോകാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ഒരുക്കിയിരുന്നത്. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ, തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഈ കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്ര, അങ്ങനെയുള്ള സംവിധാനങ്ങൾ തന്നെയാണ് സ്വാഭാവികമായും ഒരുക്കിയിട്ടുണ്ടാവുക, അല്ലേ?
കെ പി, എന്തായാലും കേരളത്തിൽ ചില ജില്ലകളിലൊക്കെ തന്നെ മഴ മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ അത്തരത്തിലൊരു സാഹചര്യമില്ല. നല്ല വെയിലും ചൂടുമാണ് കന്യാകുമാരിയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചും ഹെലികോപ്റ്റർ മാർഗം തന്നെ മടങ്ങും എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അത് കാരണം അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. നമ്മൾ രാവിലെയൊക്കെ ചോദിക്കുമ്പോഴും അതുപോലെ തന്നെ നിരീക്ഷിക്കുമ്പോഴും ഒക്കെ തന്നെ അദ്ദേഹം വന്ന ഹെലികോപ്റ്ററൊക്കെ തന്നെ വീണ്ടും അതിൻ്റെ സജ്ജീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ രാവിലെ തന്നെ ഒരുക്കുന്നത് നമ്മൾ കണ്ടിരുന്നതാണ്. അപ്പോൾ ഹെലികോപ്റ്റർ മാർഗം തന്നെ അദ്ദേഹം വൈകുന്നേരം തിരുവനന്തപുരത്തേക്ക് മടങ്ങാനും അവിടെ നിന്നും പ്രത്യേക വിമാനത്തിൽ വാരണാസിക്ക് പോകാനുമുള്ള ആയിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും റോഡ് മാർഗമാണ് എന്നുണ്ടെങ്കിൽ പോലും അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ SPGയും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ നീക്കുന്നത്. കാരണം 2000-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് മോദിയുടെ വരവുമായി ബന്ധപ്പെട്ട കന്യാകുമാരി നഗരത്തിലും അതുപോലെ തന്നെ കന്യാകുമാരി പ്രദേശത്തും ഒക്കെ തന്നെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് ഏകദേശം വരുന്ന 8ഓളം SP-മാരുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. വലിയ ജാഗ്രതയോടുകൂടി തന്നെയാണ് സന്ദർശകരുടെ നിയന്ത്രണം അടക്കമുള്ളവ ക്രമീകരിച്ചുകൊണ്ടൊക്കെ തന്നെയാണ്. അതായത് അത്രമാത്രം വലിയ ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ മോദിയുടെ വരവുമായി ബന്ധപ്പെട്ട ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഏകാത്മമായ ഈ രാജ്യത്തെ ചേർത്തു പിടിക്കുന്ന കരുതലോടുള്ള ഈ അദ്ദേഹത്തിൻ്റെ ധ്യാനം മണിക്കൂറുകൾ പിന്നിട്ട് അദ്ദേഹം ഇന്നലെ വ്യാഴാഴ്ച വൈകുന്നേരം ഏകദേശം 7 മണിയോടുകൂടിയാണ് അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് ധ്യാനത്തിനായി കയറുന്നത്. കാരണം 6 മണിയോടെ അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് എത്തുകയായിരുന്നു. അവിടെ നിന്നും അദ്ദേഹം തിരുവള്ളൂരിൻ്റെ പ്രതിമയിലെത്തി പുഷ്പാർച്ചന നടത്തി ഈ വിവേകാനന്ദ പാറയിലുള്ള സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും ശാരദാദേവിയുടെയും ഒക്കെ തന്നെ ഛായാചിത്രത്തിൽ പുഷ്പങ്ങളൊക്കെ അർപ്പിച്ചതിനു ശേഷമാണ് അദ്ദേഹം വെങ്കല പ്രതിമയിലുള്ള ഈ സ്വാമി വിവേകാനന്ദന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി പ്രത്യേകം സജ്ജീകരിച്ച ഒരു സ്ഥലത്ത് അദ്ദേഹം ഈ ആത്മാരാധന ആരംഭിക്കുന്നത്, ധ്യാനം ആരംഭിക്കുക ഉണ്ടായത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 38-39 മണിക്കൂറോളം ഇപ്പോൾ പിന്നിടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ധ്യാനം ആരംഭിച്ചിട്ട്. അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഏകദേശം നമ്മൾ ആദ്യഘട്ടങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ 45-50 മണിക്കൂറാണ് ഒരു രാജ്യത്തെ ചേർത്തു പിടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കരുതലോടെ നിന്നത് എന്ന്. ആ കരുതൽ മണിക്കൂറുകൾ നീണ്ടു നിന്നത് രാജ്യത്തിന്റെ 60 വർഷക്കാലത്തെ 75 വർഷമായി രാജ്യം നിലനിൽക്കുന്നതിന്റെ അത്രയും വ്യാപ്തിയിലേക്ക് രാജ്യം വിശ്വഗുരുവായി മാറുന്നതിലേക്കുള്ള ഒരു പുതിയ ഭാരതത്തെ സൃഷ്ടിച്ചുകൊണ്ടുള്ള നടന്നുകയറ്റം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടി വരും. കെ പി, കന്യാകുമാരി വിവേകാനന്ദ പാറയിലെ പ്രധാനമന്ത്രിയുടെ ധ്യാനം ഇന്ന് ഉച്ചയോടെ പൂർത്തിയാകും. ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 3 മണിയോടെ തന്നെയാണ് ധ്യാനം പൂർത്തിയാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി പ്രത്യേക ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തെത്തും. വിമാനത്താവളത്തിനും വൈകിട്ടോടെ ഡൽഹിയിലേക്ക് മടങ്ങും. വ്യാഴാഴ്ച വൈകിട്ടാണ് 3 ദിവസത്തെ പ്രധാനമന്ത്രിയുടെ ധ്യാനം ആരംഭിച്ചത്. കന്യാകുമാരി നിന്നും അഖിൽ പാലോട്ടമടമാണ് വിവരങ്ങൾ നൽകിയത്.